Some people want to be adventurous in their lives, and we have a lot of such stories in literature. Here we are discussing such an adventure novel, Robinson Crusoe by Daniel Defoe. It was published in 1719 and it is regarded as the first English realistic novel. കാരണം it marks the beginning of realistic fiction. റിയലിസ്റ്റിക് നോവൽ അല്ലെങ്കിൽ റിയലിസ്റ്റിക് കാറ്റഗറിയിലേക്ക് ആദ്യമായിട്ട് ആ ഒരു ജോണറിലേക്ക് വന്ന ഒരു നോവലാണ് റോബിൻസൺ ക്രൂസോ. ഡാനിയൽ ഡീഫോ ആണ് ഇത് എഴുതിയത്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1719. Robinson Crusoe set sail from Kingston upon Hull, England, on a sea voyage in August 1651. ഈ സ്റ്റോറിയിൽ ഏകദേശം 27 വർഷത്തോളം ഒരു ഐലൻഡിൽ അകപ്പെടുന്നുണ്ട്. 35 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെയുള്ള അഡ്വഞ്ചറസ് ലൈഫാണ് ഈ ഒരു കഥയിൽ വിവരിക്കുന്നത്. ആൻഡ് ഹി സ്റ്റാർട്ട്സ് സെയിൽ, അദ്ദേഹത്തിൻ്റെ കപ്പൽ യാത്ര തുടങ്ങിയത് ഫ്രം കിങ്സ്റ്റൺ അപ്പോൺ ഹൾ, ഇംഗ്ലണ്ടിലെ കിങ്സ്റ്റൺ അപ്പോൺ ഹൾ എന്ന സ്ഥലത്തു നിന്നാണ്. ആൻഡ് ഇറ്റ് വാസ് ഓൺ ഓഗസ്റ്റ് 1651. ആൻഡ് ക്രൂസോ ഇസ് ദ ഫാമിലി നെയിം കെയിം ഫ്രം ദ ജർമ്മൻ വേർഡ് ക്രിറ്റ്സ്നാർ എന്ന ജർമ്മൻ വാക്കിൽ നിന്നാണ് ക്രൂസോ എന്ന വാക്ക് വരുന്നത്. ആൻഡ് ഹിസ് പാരൻസ് വാണ്ടഡ് ഹിം ടു ഗെറ്റ് എ കരിയർ ഇൻ ലോ. അദ്ദേഹത്തിൻ്റെ പാരൻസ് അത്യാവശ്യം നല്ല അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയാണ്, നല്ല സാമ്പത്തികമൊക്കെ ഉള്ളൊരു കുടുംബമാണ്. ആൻഡ് ഹിസ് ഫാമിലി വാണ്ട്സ് ഹിം ടു ഗെറ്റ് എ കരിയർ ഓഫ് ലോ, ഒരു നിയമജ്ഞനാകണം എന്നാണ് അദ്ദേഹത്തിൻ്റെ പാരൻസ് ആഗ്രഹിച്ചത്. And his ship is wrecked in a storm, but he sets out again to sea. ആദ്യമേ തന്നെ അദ്ദേഹത്തിൻ്റെ കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ ഛേദം സംഭവിക്കുന്നു. എന്നിരുന്നാൽ തന്നെയും വീണ്ടും അദ്ദേഹം പോകാൻ തീരുമാനിക്കുന്നു. And it also ends in disaster as the ship was taken by sail pirates or sail rovers and Crusoe was enslaved by the Moor. അങ്ങനെ വീണ്ടും യാത്ര തുടർന്ന അദ്ദേഹത്തിന് മറ്റൊരു വിധിയാണ് അദ്ദേഹത്തെ കാത്തിരുന്നത്. അതായത് അദ്ദേഹത്തെ അവിടെയുള്ള ആളുകൾ ബന്ദികളാക്കി, അടിമയാക്കി വെച്ചു. ആൻഡ് 2 years later he escapes in a boat with a boy named Zuri, the captain of the Portuguese ship also. 2 വർഷത്തിന് ശേഷം ആ പ്രദേശത്തു നിന്നും അദ്ദേഹം രക്ഷപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം സൂറി എന്നൊരു കുട്ടിയും കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ആ ബോട്ടിൻ്റെ ക്യാപ്റ്റനുമുണ്ട്. ഹി ഓൾസോ റെസ്ക്യൂസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ആൻഡ് ഹി ഈസ് ഫ്രം ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് ആഫ്രിക്ക. ആ ക്യാപ്റ്റനെയും അദ്ദേഹം, അതായത് വെസ്റ്റ് കോസ്റ്റ് ഓഫ് ആഫ്രിക്കയിലെ ആ ക്യാപ്റ്റനെയും അദ്ദേഹം രക്ഷപ്പെടുത്തുന്നു. ആൻഡ് ദ ഷിപ്പ് ഈസ് ഗോയിങ് ടു ബ്രസീൽ. ആ കപ്പൽ ബ്രസീലിലേക്ക് പോകാൻ യാത്ര തുടങ്ങുകയാണ്. ആൻഡ് ക്രൂസോ സെൽസ് സൂറി ടു ദ ക്യാപ്റ്റൻ ആൻഡ് പ്രൊക്യൂർസ് എ പ്ലാന്റേഷൻ ഇൻ ബ്രസീൽ. ഈ സമയത്ത് ഒരു ചെറിയ കുട്ടിയെ അവിടുന്ന് രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞു, സൂറി എന്ന കുട്ടിയെ. ആ ആൺകുട്ടിയെ നമ്മുടെ ക്യാപ്റ്റന് വിൽക്കുന്നു, അടിമയാണ്, അവനെ അങ്ങനെ വിൽക്കുന്നു. ആൻഡ് പ്രൊക്യൂർസ് എ പ്ലാന്റേഷൻ ഇൻ ബ്രസീൽ. അതിന് പകരമായിട്ട് ബ്രസീലിൽ അവനൊരു പ്ലാന്റേഷൻ, ഒരു തോട്ടം, ഒരു എസ്റ്റേറ്റ് തിരികെ കിട്ടുന്നു. And Crusoe joins an expedition to purchase slaves from Africa, but the ship blown down in a storm about 40 miles out to sea and reached Venezuelan coast, which he calls it Island or of Despair. ഈ സമയത്ത് ക്രൂസോ, അദ്ദേഹത്തിന് മനസ്സിലാവുന്നു ഇങ്ങനെ അടിമകളെ വിറ്റ് നല്ല പൈസയാണ്, അപ്പോൾ അതിന് പകരം അടിമകളെ വാങ്ങുക, വിൽക്കുക, ആ ഒരു ബിസിനസ് നല്ലതാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഹി ജോയിൻസ് ആൻ എക്സ്പെഡീഷൻ, ആ ഒരു സംഘത്തിൽ ചേരുന്നു. ടു പർച്ചേസ് സ്ലേവ്സ് ഫ്രം ആഫ്രിക്ക. ആഫ്രിക്കയിൽ നിന്ന് സ്ലേവ്സിനെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീമുണ്ട്. ആ ടീമിൽ അദ്ദേഹം ചേരുന്നു. പക്ഷേ ദ ഷിപ്പ് ബ്ലോൺ ഡൗൺ ഇൻ എ സ്റ്റോം എബൌട്ട് 40 miles ഔട്ട് ടു സീ. കടലിൽ നിന്നും 40 മൈൽ അകലെ എത്തുന്ന സമയത്ത് കപ്പൽ ഛേദം സംഭവിക്കുന്നു. ആൻഡ് reached Venezuelan
കോസ്റ്റ്, അദ്ദേഹം വെനിസുലൻ കോസ്റ്റിൽ എത്തപ്പെടുന്നു. വിച്ച് ഹി കോൾസ് ഇറ്റ് ഐലൻഡ് ഓഫ് ഡെസ്പെയർ. അദ്ദേഹം ആ ഐലൻഡിനെ വിളിക്കുന്നത് ഐലൻഡ് ഓഫ് ഡെസ്പെയർ എന്നാണ്, നിരാശയുടെ ഐലൻഡ്, ദ്വീപ്. ആൻഡ് ഇറ്റ് ഈസ് നിയർ ദി ഒരിനോക്കോ റിവർ ഇൻ 1659. 1659 അദ്ദേഹം അവിടെ എത്തുന്നത്. അത് ഒരിനോക്കോ റിവറിൻ്റെ അടുത്താണ് ഈ ഒരു ഐലൻഡ്. ആൻഡ് ക്രൂസോ ബിക്കെയിം ദ ഓൺലി സർവൈവർ. ആ ഒരു കപ്പൽ ഛേദത്തിൽ രക്ഷപ്പെട്ട ഒരേ ഒരു മനുഷ്യൻ നമ്മളുടെ റോബിൻസൺ മാത്രമാണ്. ആൻഡ് ദ ക്യാപ്റ്റൻസ് ഡോഗ് ആൻഡ് 2 cats ഓൾസോ സർവൈവ്ഡ് ഇൻ ദ ഷിപ്പ്റെക്ക്. ഒരേ ഒരു മനുഷ്യജീവി അദ്ദേഹം മാത്രമാണ്. പക്ഷെ അദ്ദേഹത്തോടൊപ്പം തന്നെ ക്യാപ്റ്റൻ്റെ ഒരു ഡോഗ്, അതേപോലെ തന്നെ 2 പൂച്ചകൾ, അവയും അദ്ദേഹത്തോടൊപ്പം രക്ഷപ്പെട്ടു. ആൻഡ് ഹി ബിഗാൻ ടു ഹണ്ട് ആനിമൽസ്, ഗ്രോസ് ബാർലി ആൻഡ് റൈസ്, then dry grapes to make raisins, learn to make pottery and traps and raises goats. ആ ഐലൻഡിൽ, ഐലൻഡ് ഓഫ് ഡെസ്പെയർ എന്ന ആ ഒരു ഐലൻഡിൽ എത്തപ്പെടുന്ന അദ്ദേഹം അവിടെ നിന്നും ആനിമൽസിനെ ഹണ്ട് ചെയ്ത് വേട്ടയാടി പിടിക്കാൻ തുടങ്ങി. അതായത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആനിമൽസിനെ വേട്ടയാടാൻ തുടങ്ങി. അതേപോലെ തന്നെ ബാർലിയും റൈസും ഒക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ വൈൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രേപ്സ് ഉണക്കിയെടുക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് പരിശീലിച്ചു, കാരണം ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. ആൻഡ് ട്രാപ്സ് റൈസസ് ഗോഡ്സ്, ആടുകളെ കെണി വെച്ച് പിടിച്ച് അതിനെ വളർത്താൻ തുടങ്ങി. ആൻഡ് ഹി അഡോപ്റ്റ്സ് എ സ്മോൾ പാരറ്റ്, അദ്ദേഹം ഒരു ചെറിയ തത്തമ്മയെയും കൂട്ടി. ആൻഡ് ഹി റീഡ്സ് ബൈബിൾ ആൻഡ് ബിഗാൻ ടു താങ്ക് ഗോഡ് ഫോർ ഗിവിങ് ഹിസ് ലൈഫ് ബാക്ക് ആൻഡ് ലൂസ് നത്തിങ് എക്സെപ്റ്റ് ഹ്യൂമൻ സൊസൈറ്റി. അദ്ദേഹം അവിടെ നിന്നും ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിൾ വായിച്ചതോടുകൂടി റിലീജിയസ് ആയി മാറി. അതോടൊപ്പം തന്നെ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി. കാരണം ആ ഒരു മരുഭൂമിയിൽ അകപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന് ഹ്യൂമൻ സൊസൈറ്റി മാത്രമേ നഷ്ടമായിട്ടുള്ളൂ. അതായത് മറ്റുള്ള മനുഷ്യരുടെ ഇടപെടൽ മാത്രമേ ഇല്ലാതെയായിട്ടുള്ളൂ, മറിച്ച് ബാക്കി എല്ലാ സൗകര്യവും അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു, ആനിമൽസിനെ വേട്ടയാടി പിടിച്ചു. അതേപോലെ തന്നെ കൃഷി ചെയ്യാൻ തുടങ്ങി. ആടുകളെ വേട്ടയാടിയിട്ട് അല്ലെങ്കിൽ ആടുകളെ ട്രാപ്പ് ചെയ്ത് പിടിച്ചിട്ട് അവയെ വളർത്താൻ തുടങ്ങി. അപ്പോൾ അതിലൂടെ അദ്ദേഹത്തിന് ആ ഒരു ഹ്യൂമൻ സൊസൈറ്റി മാത്രമേ നഷ്ടമായിട്ടുള്ളൂ, പക്ഷേ ആനിമൽ വേൾഡ് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ആൻഡ് ഹി ബിൽഡ്സ് 2 boats ഫോർ എക്സ്പ്ലോറിങ് ദ ഏരിയ. അങ്ങനെ അദ്ദേഹം 2 ചെറിയ ബോട്ടുകൾ ഉണ്ടാക്കി, ഒരു വലിയ ബോട്ടും ഒരു ചെറിയ ബോട്ടും ഉണ്ടാക്കി. കാരണം ആ ഏരിയ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് അദ്ദേഹം 2 ബോട്ടുകൾ ഉണ്ടാക്കി. And Crusoe discovers cannibals who came to kill and eat prisoners on the island. ഈ സമയത്ത് നമ്മുടെ റോബിൻസൺ ക്രൂസോ ഒരിക്കൽ കാണുന്നു കുറേ കാനിബൽസ് വരുന്നത്. കാനിബൽസ് മീൻസ് നരഭോജികൾ, മനുഷ്യനെ തിന്നുന്ന കുറേ നരഭോജികൾ അവിടെ എത്തുന്നു. ആൻഡ് ദേ ഈറ്റ് ദ പ്രിസണേഴ്സ് ഓൺ ദി ഐലൻഡ്. അവിടെ എത്തുന്ന തടവുകാരെ അല്ലെങ്കിൽ അവിടെ അകപ്പെട്ടു പോകുന്ന ആളുകളെ പിടിച്ചു തിന്നാനായിട്ട് വരുന്ന നരഭോജികൾ. And he decides to kill them, but later changes his mind as the cannibals do not knowingly commit a crime. നമ്മൾ നേരത്തെ പറഞ്ഞു, ബൈബിൾ വായിച്ച് അദ്ദേഹം റിലീജിയസ് ആയി മാറി. ആദ്യം ഈ നരഭോജികളെ കൊല്ലാമെന്നാണ് അദ്ദേഹം തീരുമാനിക്കുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹം മനസ്സിലാക്കുന്നു ഈ നരഭോജികൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റല്ല. കാരണം അവർക്ക് മനുഷ്യനെ കൊല്ലുന്നത് പാപമാണെന്നോ അങ്ങനെയൊന്നും അറിയുന്ന ഒരു കൂട്ടരല്ല. അങ്ങനെയുള്ള കാട്ടുവാസികളെ പോലെയുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ ഒഴിവാക്കുന്നു. ആൻഡ് വൺ ഡേ ഹീ സോ എ സ്പാനിഷ് ഗാലിയൻ ബട്ട് ദ ക്രൂ അബാൻഡൻഡ് ദ ഷിപ്പ്. ഒരു ദിവസം അദ്ദേഹം കാണുന്നു ഒരു സ്പാനിഷ് ടീം, ഒരു സ്പാനിഷ് കപ്പൽ അവിടെ വരുന്നു. പക്ഷേ ആ ആളുകൾ കപ്പൽ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. ആൻഡ് ഹി ഗെറ്റ്സ് ദി ഫുഡ് ഐറ്റംസ് ആൻഡ് ദ തിങ്സ് ഫ്രം ദ ഷിപ്പ് അലോങ് വിത്ത് എ ഡോഗ്. ആ കപ്പലിൽ കുറേ ഭക്ഷണ സാധനങ്ങളുണ്ട്. ആ ഭക്ഷണ സാധനങ്ങളും അതിലുള്ള സാധനങ്ങളും അതോടൊപ്പം തന്നെ ഒരു നായയും ഉണ്ട് ആ കപ്പലിൽ. അതൊക്കെ നമ്മളുടെ റോബിൻസൺ ക്രൂസോയ്ക്ക് കിട്ടുന്നു. ആൻഡ് എവറി നൈറ്റ് ഹി ഡ്രീംസ് ഓഫ് ഒബ്റ്റെയിനിങ് 1 or 2 servants ബൈ ഫ്രീയിങ് പ്രിസണേഴ്സ്. അദ്ദേഹം അതേപോലെ ചിന്തിക്കുന്നു, എല്ലാ ദിവസവും സ്വപ്നം കാണുന്നു. അതായത് ഈ തടവുകാരെ അവിടുന്ന് രക്ഷപ്പെടുത്തിയിട്ട് അതിന് പകരം 1 or 2 സെർവൻസിനെ അദ്ദേഹത്തിന് പകരം കിട്ടുക. അതായത് ഇപ്പോൾ നമ്മളുടെ നേരത്തെ പറഞ്ഞു, സൂറിയെ രക്ഷപ്പെടുത്തി, അതേപോലെ ക്യാപ്റ്റനെ രക്ഷപ്പെടുത്തി, എന്നിട്ട് അവസാനം സൂറിയെ ക്യാപ്റ്റനെ വിറ്റു.
ആ വിറ്റതിന് പകരമായിട്ട് അയാൾക്കൊരു തോട്ടം കിട്ടി. അതേപോലെ 1-2 പ്രിസണേഴ്സിനെ സ്വതന്ത്രമാക്കുകയാണെങ്കിൽ അതിന് പകരം അയാൾക്ക് സ്ലേവ്സിനെ കിട്ടും. അപ്പോൾ ആ സ്ലേവ്സിനെ, അടിമകളെ വിൽക്കുകയാണെങ്കിൽ അതിന് നല്ല പൈസ കിട്ടും. അപ്പോൾ അങ്ങനെ പണത്തിനെ കുറിച്ച് അദ്ദേഹം പണക്കാരനാകുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നു. ആൻഡ് Crusoe gets a new companion, a slave, and he calls him Friday as he appeared on the day. റോബിൻസന് കൂട്ടായിട്ട് ഒരു കുട്ടി, സൂറിയെ പോലെ തന്നെ മറ്റൊരു കുട്ടിയെ കിട്ടുന്നു. അവന് അദ്ദേഹം ഫ്രൈഡേ എന്ന് പേരിടുന്നു, കാരണം ഫ്രൈഡേയിലാണ് അവനെ കിട്ടുന്നത്. ആൻഡ് ക്രൂസോ ടീച്ചസ് ഹിം ഇംഗ്ലീഷ് ആൻഡ് കൺവേർട്സ് ഹിം ടു ക്രിസ്ത്യാനിറ്റി. അങ്ങനെ ഈ ഫ്രൈഡേയെ അവന് ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ക്രിസ്തു മതത്തിലേക്ക് അവനെ കൺവേർട്ട് ചെയ്യുന്നു, മതം മാറ്റുന്നു. And Crusoe learns that the crew from the shipwrecked galleon escaped to the mainland and are now living with Friday's tribe. അങ്ങനെ നമ്മൾ പറഞ്ഞു, ഒരു സ്പാനിഷ് കപ്പൽ, ആ കപ്പൽ ഛേദം സംഭവിച്ച ആളുകൾ രക്ഷപ്പെട്ടിട്ട് അവർ മെയിൻലാൻഡിലേക്കാണ് രക്ഷപ്പെട്ടു പോയത്. ആ രക്ഷപ്പെട്ടവരിപ്പോൾ ഫ്രൈഡേയുടെ ട്രൈബിനോടൊപ്പം താമസിക്കുകയാണ്, ഫ്രൈഡേയുടെ ആ വർഗത്തോടൊപ്പം ആ മെയിൻലാൻഡിൽ താമസിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് സൂൺ ക്രൂസോ ഗെറ്റ്സ് എ ഹോപ്പ് ഓഫ് റെസ്ക്യൂ വിത്ത് ഫ്രൈഡേസ് ഹെൽപ്പ്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഒരാശയം ഉദിക്കുന്നു, അതായത് ഫ്രൈഡേയുടെ സഹായത്തോടു കൂടി അവിടെ നിന്ന് രക്ഷപ്പെടണം. കാരണം ഫ്രൈഡേക്ക് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ അറിയാം. അപ്പോൾ ആ സ്ഥലങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത അവസ്ഥയാണ്. മരുഭൂമിയിൽ എത്തപ്പെട്ടതുപോലെ ആ ഒരു ഐലൻഡിൽ എത്തപ്പെട്ടതാണ്, എങ്ങോട്ടേക്ക് പോയാൽ രക്ഷപ്പെടാമെന്നറിയില്ല. അപ്പോൾ ഫ്രൈഡേ കൂടെയുണ്ട്. അപ്പോൾ അവനറിയാം, അവനവിടെയുള്ള ആളാണ്. അപ്പോൾ അവനറിയാം എങ്ങനെ ആ മെയിൻലാൻഡിൽ എത്തിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാമെന്നുള്ളത്. അപ്പോൾ ആ ഒരു സഹായത്തോടു കൂടി എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചിന്തിച്ചു. ആൻഡ് ഹി ആൻഡ് ഫ്രൈഡേ kill most of the cannibals and save 2 prisoners, including Friday's father and a Spanish captain. അങ്ങനെ ഫ്രൈഡേയുടെ സഹായത്തോടു കൂടി ഫ്രൈഡേയും ക്രൂസോയും കൂടി ചേർന്നിട്ട് കുറേ കാനിബാൽസിനെ കൊള്ളുന്നു. ഈ കാനിബാൽസ് ഓരോ ഇടയ്ക്കിടയ്ക്ക് ആ പ്രദേശത്ത് വരും. അവിടെ വന്ന് പ്രിസണേഴ്സിനെ കൊന്നു തിന്നിട്ട് വീണ്ടും തിരിച്ചു പോകും. അങ്ങനെ വരുന്ന സമയത്താണ് ഈ കാനിബാൽസിനെ ക്രൂസോയും ഫ്രൈഡേയും കൂടി ആക്രമിക്കുന്നു. അങ്ങനെ കുറേ എണ്ണത്തിനെ കൊല്ലുന്നു. അങ്ങനെ കൊന്നതിന് ശേഷം ഫ്രൈഡേയുടെ അച്ഛനും ഇവരുടെ പ്രിസണറായിരുന്നു, അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഒരു ക്യാപ്റ്റൻ, സ്പാനിഷ് കപ്പലിൻ്റെ ക്യാപ്റ്റനെയും ഇവർ രക്ഷപ്പെടുത്തുന്നു. അതായത് ഇവർ തടവുകാരായിരുന്നു, ആ തടവുകാരായിരുന്നു ഇവരെ രക്ഷപ്പെടുത്തുന്നു. They informed Crusoe about another Spaniard shipwreck on the mainland. അവർ റോബിൻസൺ ക്രൂസോയോട് മെയിൻലാൻഡിൽ മറ്റൊരു സ്പാനിയാർഡ് ഷിപ്പ്രക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആൻഡ് ക്രൂസോ ഡിവൈസ്ഡ് ദ പ്ലാൻ ടു ബിൽഡ് എ ഷിപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫ്രൈഡേസ് ഫാദർ. ഈ സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു ക്രൂസോ 2 കപ്പലുകൾ, 2 ബോട്ടുകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു പദ്ധതി അദ്ദേഹം ഉപേക്ഷിക്കുന്നു, കാരണം അവിടെ ഒരുപാട് ഷിപ്പ്രക്ക് സംഭവിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമുദ്രത്തെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ അവിടെയുള്ള ഒരാൾക്ക് മാത്രമേ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുകയുള്ളൂ. അതുകൊണ്ട് ഫ്രൈഡേയുടെ അച്ഛനോടൊപ്പം ചേർന്ന് ഒരു കപ്പൽ നിർമ്മിക്കാമെന്ന് തീരുമാനിക്കുന്നു. ആൻഡ് സെയിൽ ടു ദ സ്പാനിഷ് പോർട്ട്. അങ്ങനെ ആ ഒരു കപ്പൽ ഛേദം നടന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു. An English ship appears and the sailors mutinied against their captain and intend to leave him, but Crusoe helped the captain and the loyal sailors to retake the ship. ഈ സമയത്ത് ഈ ഒരു കപ്പൽ നിർമ്മിച്ച് അവർ മെയിൻലാൻഡിലേക്ക് എത്തണം, അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഇംഗ്ലീഷ് കപ്പൽ അവിടെ വരുന്നു. അതിലെ കപ്പലിലുള്ള ക്രൂ അവർ പരസ്പരം അടിയുണ്ടാക്കുന്നു, സംഘർഷമുണ്ടാക്കുന്നു. അങ്ങനെ സംഘർഷം ഉണ്ടാക്കിയിട്ട് അതിലൊരു ഗ്രൂപ്പ് പറയുന്നു ക്യാപ്റ്റനെ ഇവിടെ ഉപേക്ഷിച്ച് നമുക്ക് പോകാമെന്ന് പറയുന്നു. ഈ സമയത്ത് നമ്മളുടെ റോബിൻസൺ ക്രൂസോ ഇടപെടുന്നു. അങ്ങനെ ഇടപെടുന്ന സമയത്ത് തന്നെ കുറച്ച് ആളുകൾ ക്യാപ്റ്റനോടൊപ്പം ലോയലായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് ക്യാപ്റ്റനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന കുറച്ച് ആളുകൾ നേരെ എതിരായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എതിരായിട്ട് നിൽക്കുന്ന ആളുകൾ സ്ട്രോങ് ആണ്. ആ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ പറയുന്നു ക്യാപ്റ്റനെ ഇവിടെ ഉപേക്ഷിച്ച് കപ്പൽ നമുക്ക് പോകാമെന്ന് പറയുന്നു. ഈ സമയത്ത് ലോയലായിട്ടുള്ള ആളുകൾക്ക് അതിനോട് താല്പര്യമില്ല. ഈ സമയത്ത്
ക്രൂസോ ഹെൽപ്സ് ദ ക്യാപ്റ്റൻ ആൻഡ് ലോയൽ സെയിലേഴ്സ് റീടേക്ക് ദ ഷിപ്പ്. ഈ സമയത്ത് ക്രൂസോ ഇടപെട്ടിട്ട് ക്യാപ്റ്റനെയും ആ ലോയലായിട്ടുള്ള ക്യാപ്റ്റനെ ഇഷ്ടപ്പെടുന്ന ആളുകളുമായിട്ട് ചേരുന്നു. ആ കപ്പൽ അങ്ങനെ വീണ്ടെടുക്കുന്നു. ആ സംഘർഷം നടത്തുന്ന ആളുകളിൽ നിന്നും അവരെ ഉപദ്രവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ കയ്യിലെടുത്തുകൊണ്ട് ആ കപ്പൽ പിടിച്ചെടുക്കുന്നു. ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ റിംഗ് ലീഡർ ഓഫ് മ്യൂട്ടിനിയേഴ്സ് accept Crew's offer to remain in the land than being returned to England as prisoners and to be hanged. ഈ സമയത്ത് ഈ മ്യൂട്ടിനി അല്ലെങ്കിൽ ഈ ലഹളം നടത്തുന്നവൻ്റെ തലവനെ ക്രൂസോയുമായിട്ട് അവർ സംസാരിക്കുന്നു. അതായത് ഈ തലവനുമായിട്ട് സംസാരിക്കുന്നു. ക്രൂസോ സംസാരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഒന്നുകിൽ ഈ ഐലൻഡിൽ നിങ്ങൾ നിൽക്കുക, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ തിരിച്ചു പോയിട്ട് അവിടെ എത്തിയാൽ നിങ്ങളെ തൂക്കിക്കൊല്ലും, അങ്ങനെ ചെയ്യുക, ഇതിലേത് വേണം എന്ന് അവർ തീരുമാനിക്കുന്നു. കാരണം എന്നാൽ മാത്രമേ ഈ ഷിപ്പിലെ ആ ക്യാപ്റ്റനുമായിട്ട് അവർക്ക് ഒത്തുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇനി യാത്ര ചെയ്യേണ്ട, ഈ ഐലൻഡിൽ ഒന്നുകിൽ നിങ്ങൾ നിൽക്കുക, ഈ ഐലൻഡിൽ നിൽക്കുക, അല്ലെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ തൂക്കുകയറിൽ ചെല്ലുക, എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അപ്പം വേറെ നിവൃത്തിയൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് ആ ഐലൻഡിൽ തന്നെ നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ രക്ഷപ്പെടാനുള്ള യാതൊരു വഴിയുമില്ല. അതുമാത്രമല്ല ഹ്യൂമൻ സൊസൈറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ അവർ ലഹള അവസാനിപ്പിക്കുന്നു. ക്രൂസോ ലീവ്സ് ദ ഐലൻഡ് ഓൺ 19th December 1686 ആൻഡ് അറൈവ്സ് ഇൻ ഇംഗ്ലണ്ട് ഓൺ 11th June 1687. അങ്ങനെ കുറേ വർഷങ്ങൾ, 27 വർഷങ്ങൾ ആ ഐലൻഡിൽ താമസിച്ചതിന് ശേഷം, ആ ഐലൻഡിൽ അകപ്പെട്ടു പോയതിന് ശേഷം ക്രൂസോ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് എത്തുന്നു. അദ്ദേഹം യാത്ര തുടരുന്നത്, അതായത് ആ ഐലൻഡിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് യാത്ര തുടങ്ങുന്നത് 19 December 1686 87 ജൂൺ 11 അദ്ദേഹം എത്തിച്ചേരുന്നു. And he gets nothing from his father's will and returns to Lisbon to reclaim his profit of his estate in Brazil. അദ്ദേഹം നാട്ടിലെത്തുന്ന സമയത്ത് 35 വർഷത്തോളം നാട്ടിൽ നിന്ന് വിട്ടതാണ്. അപ്പോൾ നാട്ടിലെത്തുന്ന സമയത്ത് പിതാവിൻ്റെ ഓഹരികളോ ഒന്നും തന്നെ അദ്ദേഹത്തിനില്ല, യാതൊരു സ്വത്തുമില്ലാത്ത അവസ്ഥയിലാണുള്ളത്. അങ്ങനെ അദ്ദേഹം ലിസ്ബണിലേക്ക് പോകുന്നു. അതായത് ബ്രസീലിലെ എസ്റ്റേറ്റിൻ്റെ പണം, ലാഭം വാങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യം സൂറിയെ വിറ്റ സമയത്ത് ബ്രസീലിൽ ഒരു എസ്റ്റേറ്റാണ് അദ്ദേഹത്തിന് പകരമായിട്ട് കിട്ടുന്നത്. ആ എസ്റ്റേറ്റിന് വേണ്ടിയിട്ട്, അവിടുത്തെ ലാഭത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അവിടേക്ക് പോകുന്നു. ആൻഡ് ഹി റിസീവ്സ് ദ മണി ആൻഡ് ട്രാൻസ്പോർട്ട്സ് ഇറ്റ് ഓവർ ലാൻഡ് ടു ഇംഗ്ലണ്ട് ഫ്രം പോർച്ചുഗൽ. അവിടെ എത്തുന്ന അദ്ദേഹം ആ പണം, വലിയൊരു എമൗണ്ടാണ് കിട്ടുന്നത്. ആ പണം കരമാർഗമാണ് അദ്ദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നത്. കാരണം കപ്പലിലൂടെ വരികയാണെങ്കിൽ എന്തെങ്കിലും ഷിപ്പ്രക്കോ എന്തെങ്കിലും സംഭവിച്ച് നഷ്ടപ്പെട്ടാലോ എന്ന ആ ഒരു ബോധത്തിൽ അദ്ദേഹം കരമാർഗം ആ പണം എത്തിക്കുന്നു. ആൻഡ് ഹി ഗോസ് ഫോർ ലാസ്റ്റ് അഡ്വഞ്ചർ വിത്ത് ഫ്രൈഡേ ആൻഡ് ഫൈറ്റ് വിത്ത് ഫാമിംഗ് വൂൾസ് ആൻഡ് സീ പൈറേറ്റ്സ്. അവസാനമായിട്ട് വീണ്ടും നമ്മളുടെ റോബിൻസൺ ക്രൂസോ ഫ്രൈഡേയുമായിട്ട് വീണ്ടും ഒരു അഡ്വഞ്ചറസ് യാത്രയ്ക്ക് പോകുന്നു. അവിടെ അദ്ദേഹത്തിന് വീണ്ടും ചെന്നായ്ക്കളുമായിട്ടും കടൽ കൊള്ളക്കാരുമായിട്ടൊക്കെ ഏറ്റുമുട്ടേണ്ടതായിട്ട് വരുന്നു. നമുക്കറിയാം, ഈ യാത്രകളെന്ന് പറയുന്നത് എപ്പോഴും അഡ്വഞ്ചറസ് ആണ്. അപ്പോൾ യാത്ര ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ യാത്ര പോകണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ ഇവിടെ 35 വർഷത്തോളം 27 വർഷം ഐലൻഡിൽ അകപ്പെട്ടു. പിന്നെ കുറേ വർഷം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു വ്യക്തിയാണ്. വീണ്ടും ഇത്രയും പണമൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി നമ്മൾ ഒരിടത്ത് കൂടുമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് വീണ്ടും അദ്ദേഹം അവസാനമായിട്ട് ഫ്രൈഡേയോടൊപ്പം യാത്ര തിരിക്കുന്നത്, അഡ്വഞ്ചറസ് യാത്ര. അങ്ങനെയുള്ള ഒരുപാട് അഡ്വഞ്ചറസ് സ്റ്റോറീസ് ഉണ്ട്. ഇതിൽ നിന്ന് സാധാരണ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, ദ അഡ്വഞ്ചറസ് ജേർണി ഓഫ് റോബിൻസൺ ക്രൂസോ. പിന്നീട് ചോദിക്കാവുന്നത് ദ ലൈഫ് ഓഫ് റോബിൻസൺ ക്രൂസോ ഇൻ ദ ഐലൻഡ് ഓഫ് ഡെസ്പെയർ. പിന്നീട് ചോദിക്കാവുന്നത് ഹിസ് കോണ്ടാക്ട് വിത്ത് ഫ്രൈഡേ, അല്ലെങ്കിൽ ഹിസ് ലൈഫ് വിത്ത് സൂറി, എങ്ങനെയാണ് ഹൗ ഹി റെസ്ക്യൂ സൂറി, അതൊക്കെ ചോദിക്കാം. ദീസ് ആർ ദ മെയിൻ പോയിൻറ്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.